അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമായി അമ്മായി ചോട്ടത് മർമോനിക്കായി അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമായി അമ്മായി ചോട്ടത്. കാരണത്ത് എന്താണ് വിശേഷം? ഇങ്ങോട്ട് വാ. ബോസ് ബോസ്, ഇനി എന്നെ ഇവിടെ ഓടിച്ചു വിടാൻ പറ്റില്ല. ഞാൻ ജോലി വെച്ച് വന്നപ്പോൾ നിങ്ങൾ എന്നെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് ഓടിച്ചു. ഞാനിപ്പോ വേറെ റൂട്ടിൽ വന്ന് ഈ വീട്ടിലെ മരുമകനായി. വീട്ടിലെ മരുമകനായിരുന്നു? പേടിക്കണ്ടെന്നേ പൊന്നെ, പൊന്നമ്മേ ഇങ്ങി വന്നോ. വാ, സാറിന്റെ അടുത്ത് ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുത്തേ. അത് പിന്നെ ഇങ്ങേരാ എന്നെ കല്യാണം കഴിക്കാൻ പോന്ന ആള്. നിശ്ചയം കഴിഞ്ഞ ഉടനെ തന്നെ സാറിനെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തായിരുന്നു. ഇങ്ങനെ ഉടനെ സാറ് ഡ്രൈവറായിട്ട് ജോലിയും കൊടുത്തു. എല്ലാം പോയി. പോയെന്നോ? എന്ത് പോയി? മതി മതി, ആ വാ അടക്ക് തങ്കപ്പ. ബോഡിഗാർഡേ, നിങ്ങളെ സാറ് വിളിക്കുന്നു. സാറേ വിളിച്ചായിരുന്നോ? ആ, നീ കോളേജിൽ പഠിച്ച ഡീറ്റെയിലും സർട്ടിഫിക്കറ്റും കാർത്തിക്കിന്റെ കൊടുത്തരും. മീര പഠിക്കുന്ന കോളേജിൽ നിന്നെയും ചേർക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്നെ കോളേജിൽ ചേർക്കാൻ പോകണമെന്നോ? അയ്യോ അതൊന്നും വേണ്ട സാറേ, ഞാൻ ഈ പഠിത്തമൊക്കെ ഉപേക്ഷിച്ചിട്ട് കുറെ നാളായില്ലേ, നമുക്കിതൊന്നും ശരിയാവില്ല. നീ പഠിക്കാൻ പോണെന്ന് ആരാ പറഞ്ഞത്? മീരയുടെ ബോഡി ഗാർഡായി പോയാ മതി. മീരയ്ക്ക് ബോഡി ഗാർഡായിട്ട്? അതെ, മീരയും എന്റെ മോളും ഇത്രയും വെക്കേഷൻ കഴിഞ്ഞ് കോളേജിലോട്ട് പോകാൻ പോവാ. അവർക്ക് ബോഡി ഗാർഡായിട്ട് നീ പോണമെന്ന് സാറ് പറഞ്ഞേക്കുവാ. സാറേ തെറ്റായിട്ട് വിചാരിക്കണ്ട, സാറിന് ബോഡി ഗാർഡായിട്ട് ഇരിക്കേണ്ടതാണ് എന്റെ കടമ. എന്നാലൊരു പെണ്ണിന്... ഭൂമി, അന്ന് ദേവരാജൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ? ശരി സാർ, പോകാൻ ഞാൻ. ചക്രപാണി സാറേ, ഉറങ്ങാതെ അവർക്ക് പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. ശരി സാറേ, ശരി. ആ, നാളെ നീ ഇവരുടെ കൂടെ പോയേ പറ്റൂ. നിന്റെ കൂടെ ഇങ്ങു വാ. ഈ പൊന്നമ്മയും നിന്നെ കെട്ടാൻ പോന്ന അവന്റെ പേരെന്താടി? കോന്തന്റെ പേര് തങ്കപ്പൻ. ആ തങ്കപ്പനും നിന്റെ കൂടെ വരും. അവൻ എന്തിനാ ചേട്ടാ? നിങ്ങൾക്കൊരു സഹായമായിട്ടാന്നേ. നിങ്ങൾ എല്ലാവരും കൂടെ താമസിക്കാൻ വന്ന കോളേജ് ഹോസ്റ്റലിലല്ല, സാറിന്റെ ഗസ്റ്റ് ഹൗസിലാ. എടാ നിക്കവിടെ. മീരയുടെ കല്യാണം ഉറപ്പിച്ചതാണ്, അതെപ്പോഴും നിന്റെ മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ ചക്രപാണി, ശരിയാ, കോളേജിൽ ഇവൻ സ്റ്റുഡന്റിനെ പോലെ പോകണ്ട, ബോഡി ഗാർഡ് പോലെ ആയിക്കോട്ടെ. നിങ്ങളാരും വിഷമിക്കേണ്ടതില്ല മാഡം. ഇന്നു മുതൽ ഞാൻ മീരയുടെ നിഴലായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും, ഒരു പെർഫെക്റ്റ് ബോഡി ഗാർഡിനെ പോലെ. കോളേജിലേക്ക് ആദ്യമായി കടന്നു വരുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ കണ്ണിലുണ്ണിയായ നമ്മുടെ ചീറ്റപ്പുലി സ്വന്തം ലീഡറിനെ നിങ്ങളുടെ അനുവാദത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഹലോ ഹലോ അവന്റെ ഹലോ മാലയായിരുന്നോ? ഞാൻ ഏതോ ആർച്ചാന്ന് വിചാരിച്ചു. സോറിടാ. ഇത്രയും വലിയ സാധനമാണ് എന്റെ തരുന്നേ, വിവരം വേണ്ടേ? എന്റെ സൈസിനൊരു റോസാപ്പൂ തന്നെ വലുതാ. ശരി ശരി, വേഗം എടുക്ക്. ആരെങ്കിലും തട്ടി വീതി ചാകും. എടുക്കടാ. അയ്യോ, ഇതെന്താ മലയോ? ആരാണത്? വെയിറ്റ്, ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രം ഇറങ്ങിയാൽ മതി. എവറിത്തിങ് ഈസ് സേഫ്, പ്ലീസ് കം ഓൺ. അയ്യോ, ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ ഈ വേഷമൊന്നും വേണ്ടെന്ന്. ഇത് കണ്ടോ, എല്ലാവരും എന്തോ പോലെ നോക്കുന്നത്. നോക്കട്ടെ, ഞാൻ നിങ്ങളുടെ ബോഡി ഗാർഡാന്ന് എല്ലാവർക്കും മനസ്സിലാകട്ടെ, അതിനല്ലേ ഈ യൂണിഫോം. ഹലോ, നീ യൂണിഫോം ധരിച്ചോണ്ടല്ലേ കോളേജിൽ പോയത്? യെസ് മാഡം. പറഞ്ഞ എല്ലാ കാര്യം ഓർമ്മയുണ്ടല്ലോ. ഇപ്പൊ നീ എവിടെയാ? കോളേജ് ക്യാമ്പസിൽ എത്തിയില്ലേ? എത്തി മാഡം. മീരയും ഇത്രയും ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ അവരുടെ പുറകെ പോകുന്നു. ഓക്കെ മാഡം. സ്റ്റുപ്പിഡ് ഫൂൾ നോൺസെൻസ്. എന്താടാ, ലേഡീസ് ടോയ്ലറ്റിന്റെ അകത്താണ് നിനക്ക് ഡ്യൂട്ടി? സാർ അത് പിന്നെ നോ മോർ എക്സ്പ്ലനേഷൻ. നീ അറിഞ്ഞോണ്ട് തന്നെയാ പോയെ. ഇതിനു മുമ്പ് നീ പഠിച്ച കോളേജിൽ നീ ഒരു റൗഡിയാണെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു. എന്നിട്ടും എന്തിനാ നിനക്ക് ഈ കോളേജിൽ അഡ്മിഷൻ തന്നെന്ന് അറിയാമോ? നിന്റെ മാർക്ക് ലിസ്റ്റ് കണ്ടിട്ടാ. അന്ന് അടിപിടിക്കൊന്നും പോകാതെ മര്യാദക്ക് എക്സാം എഴുതിയിരുന്നെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടില്ലായിരുന്നോ?
ഇപ്പൊ പോലും നിനക്കൊരു റാങ്ക് കിട്ടാനായിട്ട് നല്ല ചാൻസ് ഉണ്ടടാ. ഇതൊരുമാതിരി ആകാശത്ത് ആണിയടിക്കുന്ന പരിപാടിയാണല്ലോ. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം നിന്നെ ഡിസ്മിസ് ചെയ്യാതെ ക്ഷമിച്ചു വിട്ടേക്കുന്നത്, മനസ്സിലായോ? ഇനി ഡ്യൂട്ടി കിട്ടിന്ന് പറഞ്ഞ് ലേഡീസ് ടോയ്ലറ്റിൽ അങ്ങനെ പോയാ സാറ് പറയാതിന് ഞാൻ പോവില്ല അവിടേക്ക്. എങ്കിൽ പോക്കോ. എങ്ങോട്ടാ? ടോയ്ലറ്റിലാണോ? ക്ലാസ്സിലേക്ക് പോടാ ഇന്റലിജന്റ് ഫോൺ. അയ്യോ, ഇവൻ കാരണം ഈ കോളേജിലെ പെമ്പിള്ളേരെല്ലാം പോവെന്നാ തോന്നുന്നത്. ഇതിന്റെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. താഴെ ഇറങ്ങിയിരിക്കടാ. ആ ഡെസ്ക് ഒടിഞ്ഞു പോയി എന്നെ പഴി പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Sit down, sit down. ഭൂമി, എന്താ ഇത്? ഇരിക്ക്. No. എന്റെ അമ്മേ, ആ വളിപ്പ സാർ വന്നല്ലോ. ഭൂമി, അവിടെ ഇരിക്ക്. Sit down please. Sit down. എടോ, നിന്നോടാ ഇരിക്കാൻ പറഞ്ഞ്. Sorry, sir. എന്താ മൂലക്കുരു ഉണ്ടോ? No, sir. Then I am not supposed to sit, sir. I am a bodyguard. Bodyguard ഇരിക്കില്ല, sir. Silence, silence. ബോഡിഗാർഡോ? ആർക്ക് വേണ്ടി? സാറിന്റെ പേരെന്ന് കേട്ടാ കൊള്ളായിരുന്നു. എന്താ? ഭൂമിനാഥൻ, sir. ഓ, if you are becoming too smart, stay out or sit down. ഭൂമി, പ്ലീസ്. എന്റെ അമ്മേ, Sorry. താഴേട്ടേക്കല്ലേ പൊട്ടിപ്പോ. കുറച്ച് നീങ്ങിരിക്കടാ. Okay, a long time before the emergence of feminism, a protagonist said, the man has no children, only women have children. When we child us, world become women's. Mire, who is the protagonist? Come on, explain the contact. സർ, അത് ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധ ഇവിടെ ഉണ്ടാവണം. എങ്ങോട്ടെങ്കിലും നോക്കിയിരുന്ന എങ്ങനെ മനസ്സിലാവാനാ? കോളേജിൽ പഠിക്കാൻ വരുവാണോ അല്ലെ ഫാഷൻ പരേഡിന് വരുവാണോ? ബഫൂൺ. Tell me, who is the protagonist? Sir. These are the last words of the captain, the protagonist of the plane. For the buyer, the Steinbeck. Silence. നിന്നോട് ആരാ ചോദിച്ചത്? നിന്റെ പേര് മീര എന്നാണോ? ആര് പറഞ്ഞാലും എന്താ സാർ? സാറിന് ആൻസർ മാത്രം കിട്ടിയ പോരെ? You shut up and get out. I say get lost. Sir. Mire, you sit down. Then today I am going to start. മീരയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വന്ന ഇവന്റെ ഇന്ന് നമ്മൾ എങ്ങനെയാ രക്ഷപ്പെടുന്നേ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞ ആ ഭൂമിയായിട്ട് എങ്ങനെയെങ്കിലും കൂട്ടുകൂടെ. ഒരിക്കലും അത് നടക്കില്ല. മീരേ, നീ വിചാരിക്കുന്നവനെ ഇവനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണമെങ്കിൽ ഞങ്ങൾക്ക് പറ്റില്ല. ഗേൾസ്, നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയൂ. ലവ്. യെസ്, ചുമ്മാ ട്രൈ ചെയ്ത് നോക്ക്. ഞങ്ങളൊക്കെ ജീവനോട് ഇരിക്കുന്നത് നിനക്ക് ഇഷ്ടല്ലേ? നേരെ പോയി ഐ ലവ് യു എന്ന് പറയാൻ ഞാൻ പറഞ്ഞോ? ഫോണില്ലേ? എന്നെ എത്ര പെണ്ണുങ്ങൾ ഫോണിൽ വിളിക്കാറുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒരുത്തിക്ക് പോലും ഞാൻ ആരാണെന്ന് അറിയത്തേ ഇല്ല. അതാണ് ഫോൺ പ്രേമത്തിന്റെ പ്ലസ് പോയിന്റ്. ഒന്ന് ചുമ്മാ ഇരിക്കെ. അങ്ങനെ ലവ് ചെയ്തൊന്നും അയാളെ മാറ്റണ്ട. ആദ്യം ആ യൂണിഫോം മാറ്റാനുള്ള ഐഡിയ പറഞ്ഞതാ, അത് മതി. ഐഡിയ